രക്തസാക്ഷി ഫണ്ട് വിവാദം സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പാർട്ടിക്കായി ജീവൻ നൽകിയവരുടെ കുടുംബങ്ങളെ സഹായിക്കാനായി പൊതുജനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഫണ്ടിന്റെ സുതാര്യത, വിനിയോഗ രീതി, സാമ്പത്തിക ക്രമക്കേടുകൾ എന്നിവയെക്കുറിച്ചുള്ള പ്രധാന വിമർശനങ്ങളാണ് ചർച്ചയാകുന്നത്. രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ CPM നേതാക്കൾ സ്വന്തം ആവശ്യങ്ങൾക്കോ അഴിമതിക്കുമായി വകമാറ്റിയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് രക്തസാക്ഷി കുടുംബങ്ങളിലും പൊതുജനങ്ങളിലും ഒരുപോലെ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. പയ്യന്നൂരിലെ രക്തസാക്ഷി CV ധനരാജിന്റെ കുടുംബത്തിന്റെ പേരിൽ പിരിച്ച ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ തിരിമറി നടത്തിയെന്ന ആരോപണം സമാന സാഹചര്യങ്ങളിലുള്ള മറ്റ് കുടുംബങ്ങളിലും തങ്ങൾക്ക് ലഭിക്കേണ്ട സഹായം കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടിയിലെ മുൻ ഏരിയ സെക്രട്ടറി V കുഞ്ഞികൃഷ്ണനാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. രക്തസാക്ഷിയുടെ കുടുംബത്തിന്റെ കടങ്ങൾ വീട്ടാൻ ഉപയോഗിക്കേണ്ടിയിരുന്ന തുക നേതാക്കളുടെയും കരാറുകാരുടെയും കീശയിലേക്കാണ് പോയതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ ഏരിയ സെക്രട്ടറി V കുഞ്ഞികൃഷ്ണൻ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകത്തിലൂടെയാണ് അഴിമതി വിവരങ്ങൾ പുറത്തുവിട്ടത്. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഈ സാമ്പത്തിക ഇടപാടുകളിൽ പങ്കുണ്ടെന്ന് കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചിരുന്നു. കണ്ണൂരിന് പിന്നാലെ തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലും രക്തസാക്ഷി വിഷ്ണുവിന്റെ പേരിൽ പിരിച്ച ഫണ്ടിൽ തിരിമറി നടന്നതായി കുടുംബം പരാതിപ്പെട്ടിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് പാർട്ടി വിട്ടത് രക്തസാക്ഷി കുടുംബങ്ങൾക്കിടയിലെ അതൃപ്തിയുടെ ഉദാഹരണമാണ്. ഈ സാഹചര്യത്തിൽ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ തുക പൂർണ്ണമായും അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ശക്തമാണ്. പാർട്ടിയുടെ ആദർശങ്ങളിൽ വിശ്വസിച്ച് സാമ്പത്തിക സഹായം നൽകുന്ന സാധാരണക്കാർക്ക് തങ്ങളുടെ പണം അർഹരായവരിലേക്ക് എത്തുന്നില്ല എന്ന തിരിച്ചറിവ് വരാനിരിക്കുന്ന ഫണ്ട് ശേഖരണങ്ങളെയും പാർട്ടിയുടെ വിശ്വാസ്യതയെയും ബാധിക്കുന്നുണ്ട്. അഴിമതി ചൂണ്ടിക്കാട്ടിയ മുൻ ഏരിയ സെക്രട്ടറി V കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് സത്യം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റ് അണികളിലും ഭയവും ആശങ്കയും ജനിപ്പിച്ചിട്ടുണ്ട്. ഫണ്ട് സംബന്ധിച്ച കണക്കുകൾ പൊതുസമൂഹത്തിന് മുന്നിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ വെളിപ്പെടുത്താൻ പാർട്ടി തയ്യാറാകാത്തത് പൊതുജനങ്ങളിൽ സംശയം വർദ്ധിപ്പിക്കുന്നു. അതേസമയം കണക്കുകൾ പാർട്ടി അംഗങ്ങൾക്ക് മുന്നിൽ മാത്രമേ അവതരിപ്പിക്കൂ എന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ വഞ്ചിച്ച CPM നേതൃത്വത്തിനെതിരെ പോലീസ് അന്വേഷണം വേണമെന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാക്കളും ഇതിനോടകം ആവശ്യപ്പെട്ടു. CPMന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേരളം മുഴുവൻ നടക്കുന്നതായും രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് അവർക്ക് ലോട്ടറി അടിച്ചതുപോലെയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് സൂചന. Like, share, subscribe.